ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. നമസ്കാരം. പ്രധാന വാർത്ത. പൂരനഗരിയെ ചെങ്കടലാക്കി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾക്ക് സമാപനം. ഒന്നിച്ചു നിൽക്കുന്ന ജനതയെ ഭിന്നിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുഴയ്ക്കലിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് തൽക്ഷണം മരിച്ചു. ചൊവ്വന്നൂർ അടുപ്പുട്ടിക്കുന്ന് കൊച്ചൂട്ടൻ മകൻ പ്രവീണാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക്. ദേശീയപാത 66 കുരുതിക്കളമായി തുടരുമ്പോഴും നിസ്സംഗതയോടെ അധികാരികൾ. മണത്തല മുതൽ അണ്ടത്തോട് വരെ 60 ദിവസത്തിനിടയ്ക്ക് വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 3 ജീവനുകൾ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ കൊടും ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് വർദ്ധിക്കുന്നത് മൂലമുള്ള ശാരീരിക സ്വാസ്ഥ്യം ആനകളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്കിടയാക്കുന്നതായി ആന വിദഗ്ധർ. കുഴൂർ സ്വദേശി ജിജോ പോളിന്റേത് കർഷക ആത്മഹത്യയെന്ന് പറയാനാവില്ലെന്ന് കൃഷിമന്ത്രി BS സുനിൽകുമാർ. ജിജോയുടെ വായ്പകൾ കാർഷിക ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ലെന്നും മന്ത്രി. പാഞ്ഞാളിൽ റിട്ടയേർഡ് അധ്യാപിക കൊല്ലപ്പെട്ട വീട്ടിലും പരിസരത്തും പോലീസ് വീണ്ടും തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചന. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വന്യജീവികളുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമെന്ന് വനം മന്ത്രി K. രാജു. വാർത്തകൾ വിശദമായി. മതനിരപേക്ഷത പിച്ചിച്ചീന്തണമെന്ന ഭരണഘടനാ വിരുദ്ധ നിലപാട് ഭരിക്കുന്നവർ തന്നെ കൈക്കൊള്ളുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്തുള്ളതെന്നും അങ്ങേയറ്റം അവിവേകമായ പ്രസ്താവനകളോടെ ഒന്നിച്ചു നിൽക്കുന്ന ജനതയെ ഭിന്നിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച കേരള സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. റിസർവ് ബാങ്കിനെയും CBI, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാർ അമ്മാനമാടിക്കൊണ്ട് എല്ലാം ഭരണഘടനാ വിരുദ്ധമായി കൈവരുതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം അതീവ ഗൗരവസ്ഥിതി വിശേഷം നേരിട്ട ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഘട്ടത്തിൽ ഭിന്നതകൾ മറന്ന് ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടത് ലോകത്തിന് മുഴുവൻ മാതൃകയായി. നമ്മുടെ രാജ്യത്തെ ഒരു ഭീകരതയ്ക്കും ശിഥിലമാക്കാനാവില്ലെന്ന സന്ദേശമാണ് നാം ഇതിലൂടെ ലോകത്തിന് നൽകിയത്. എന്നാൽ ഒന്നിച്ചു നിൽക്കുന്ന ജനതയെ ഭിന്നിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരും ഭരണകക്ഷിയുടെ മുതിർന്ന നേതാക്കളും സ്വീകരിക്കുന്നത്. RSS തലവൻ മോഹൻ ഭാഗവതിന്റെ മേനി പറച്ചിൽ രാജ്യത്തെയും സേനയെയും അപമാനിക്കുന്ന രീതിയിലായിപ്പോയി. ചർച്ച് ആക്ട് നടപ്പിലാക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് പിണറായി വ്യക്തമാക്കി. ക്രൈസ്തവ വിഭാഗത്തിന്റെ ചർച്ചുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നിയമം LDF സർക്കാർ കൊണ്ടുവരാൻ പോകുന്നുവെന്ന് വലിയ പ്രചരണം. LDFന്റെ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കി അങ്ങനെ ഒരു കാര്യമില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. കാരണം LDF യാതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ചർച്ച ആക്ട് ഇവിടെ നടപ്പാക്കുക എന്ന കാര്യം സർക്കാർ ആലോചിച്ചതേയല്ല. വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പേര് പറഞ്ഞ് കേരളത്തെ ഭിന്നിപ്പിക്കാനോ വർഗീയ കലുഷിതമാക്കാനോ സംഘപരിവാറിന് കഴിയില്ലെന്നും കേരള സംരക്ഷണ ജാഥയ്ക്ക് ലഭിച്ച വൻ സ്ത്രീ പങ്കാളിത്തം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിജയമാണ് കാണിക്കുന്നതെന്നും ജാഥ ക്യാപ്റ്റന്മാരിൽ ഒരാളായ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള സംരക്ഷണ യാത്രയെ കേരളത്തിലെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ച അനുഭവമാണ് ഞങ്ങളുടെ ജാഥ പര്യടനം ചെയ്ത എല്ലാ മേഖലകളിലും ഉള്ളത്. ഇനിയിപ്പോ BJPയുടെ ജാഥ വരാൻ പോകുന്നുണ്ട്. 1ഉം 2ഉം ജാഥയൊന്നും പോരാ BJPക്ക്. അവരുടെ നേതാക്കന്മാരെ എല്ലാം തൃപ്തിപ്പെടുത്തണമെങ്കിൽ 4 ജാഥയെങ്കിലും നടത്തണം എന്നുള്ളത് കൊണ്ട് മേഖലാ ജാഥകളാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജരായി കഴിഞ്ഞെന്നും മോദി ആഴ്ചതോറും വന്ന് പ്രസംഗിച്ചാലും അമിത്ഷാ ദിവസവും ഇവിടെ വന്ന് കുടിൽ കെട്ടി താമസിച്ച് പ്രസംഗിച്ചാലും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ലെന്ന് തെക്കൻ ജാഥ ക്യാപ്റ്റനും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇനി ആഴ്ചക്ക് മോദി ഇങ്ങോട്ട് വന്നാൽ അമിത്ഷാ ദിവസേന ഇവിടെ ടെന്റ് കെട്ടി താമസിച്ചാൽ യോഗി ആദിത്യനാഥ് ആഴ്ചക്ക് വന്നാലും ഈ കേരളത്തിൽ ഒരു സീറ്റ് പോലും BJPക്ക് ഇത്തവണയിൽ ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. സംഘാടക സമിതി ചെയർമാൻ CN ജയദേവൻ MP, CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ,
CPM ജില്ലാ സെക്രട്ടറി M വർഗീസ് എന്നിവർ സംസാരിച്ചു. LDF കൺവീനർ A വിജയരാഘവൻ, വിവിധ കക്ഷി നേതാക്കൾ, മന്ത്രിമാർ, MP-മാർ, MLA-മാർ, കോർപ്പറേഷൻ മേയർ അജിത വിജയൻ തുടങ്ങി വലിയൊരു നേതൃനിര സമാപന സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്രകടനങ്ങളായാണ് 10,000-കണക്കിന് പ്രവർത്തകർ സമ്മേളനവേദിയിൽ എത്തിയത്. പരിപാടി TCV തത്സമയം സംപ്രേഷണം ചെയ്തു. TCV തൃശൂർ. പുഴയ്ക്കലിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് തൽക്ഷണം മരിച്ചു. ചൊവ്വന്നൂർ അടുപ്പൂട്ടി കല്ലിങ്ങൽ കൊച്ചൂട്ടൻ മകൻ 28 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. രാവിലെ 11:30യോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ജോണി ബ്രദേഴ്സ് എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. പിന്നിലൂടെ അമിത വേഗത്തിലെത്തിയ ബസ് ഇടിച്ച് തെറിച്ചു വീണ പ്രവീൺ ബസിന്റെ പിൻചക്രങ്ങൾക്കിടയിൽ കുരുങ്ങുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാകുന്നുണ്ട്. തൃശൂരിലെ സ്റ്റുഡിയോയിൽ വീഡിയോ എഡിറ്ററായി ജോലി ചെയ്യുകയായിരുന്നു പ്രവീൺ. ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച മൃതദേഹം ഞായറാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പഞ്ചവടി കുഞ്ഞിരകത്ത് 71 വയസ്സുള്ള ദിവാകരനാണ് മരിച്ചത്. എടക്കഴിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം നടന്നു പോകുകയായിരുന്ന ദിവാകരനെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ദിവാകരനെ ആദ്യം മുതുവട്ടൂർ രാജ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു. ദേശീയപാത 66 കുരുതിക്കളമായി തുടരുമ്പോഴും അധികാരികൾക്ക് നിസ്സംഗത. ചോര മണക്കുന്ന ദേശീയപാതയിൽ മണത്തല മുതൽ അണ്ടത്തോട് വരെ വാഹനാപകടത്തിൽ ഈ വർഷം 60 ദിവസത്തിനിടയ്ക്ക് പൊലിഞ്ഞത് 3 ജീവനുകൾ. അപകടത്തിൽ സാരമായി പരിക്കേറ്റ് അംഗവൈകല്യം സംഭവിക്കുന്നവർ ഏറെയാണ്. ഉറ്റവർ നഷ്ടപ്പെടുമ്പോൾ ഒട്ടേറെ കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. എന്നാൽ ഇത്രയധികം അപകട മരണങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് ഏറെ കാരണം. എന്നാൽ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാനായി ക്യാമറ സ്ഥാപിക്കാനോ മറ്റ് നടപടികൾക്കോ അധികാരികൾ നാളിതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയാണെന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ അശ്രദ്ധ മൂലം സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താലാണ് ഇതിലൂടെ വാഹനയാത്രികരുടെ സഞ്ചാരം. എത്രയും വേഗം ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചാവക്കാട്. കുഴൂർ സ്വദേശി ജിജോ പോളിന്റേത് കർഷക ആത്മഹത്യയെന്ന് പറയാനാവില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. കൃഷിയെ ഉപജീവനമായി ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളാണ് ജിജോ. എന്നാൽ ജിജോയുടെ വായ്പകൾ കാർഷിക ആവശ്യത്തിനുള്ളതല്ല. പ്രളയം മൂലം ജിജോയുടെ കുടുംബത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതിന് നൽകാവുന്ന സഹായങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷി ഉപജീവനമാക്കിയവരുടെ കാർഷിക ആവശ്യത്തിനല്ലാത്ത വായ്പകളിൽ എന്ത് സഹായം ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ പരിശോധിക്കുമെന്നും ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജിജോ പോളിന് ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടെന്നും ഇതിനാലാകാം ആത്മഹത്യ ചെയ്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഭാര്യ സിജിയാണ് ജിജോയെ വീടിന്റെ 1-ാം നിലയിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്, സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തകളിലേക്ക്. പാനാളിൽ റിട്ടയേർഡ് അധ്യാപിക കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊല നടന്ന വീട്ടിലും പരിസരത്തും പോലീസ് വീണ്ടും തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന. നാട്ടുകാരിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തു. നിലവിളക്കുകൊണ്ട് തലക്കേറ്റ അടിയാണ് മരണകാരണം. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഇവർ അയൽക്കാരുമായി സൗഹൃദം പുലർത്തിയിരുന്നില്ല. മരണം സംഭവിച്ച് 3 ദിവസം കഴിഞ്ഞാണ് പുറം ലോകം വിവരമറിഞ്ഞത്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണെന്ന് സംശയമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സുവോളജിക്കൽ പാർക്കിന്റെ കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്ന് മൃഗശാല വനം വകുപ്പ് മന്ത്രി കെ രാജു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു.
മൃഗശാല വനംവകുപ്പ് മന്ത്രി കെ രാജു അധ്യക്ഷത വഹിച്ചു. വന്യജീവികളുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചതായും കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചതായും മന്ത്രി കെ രാജു പറഞ്ഞു. കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കും. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ അതിന് നൽകുന്ന നഷ്ടപരിഹാര തുക നേരെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അതിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ നേരെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. 1. 2, വന്യജീവികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ നേരത്തെ നൽകിയിരുന്നത്, ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് നൽകിയിരുന്നത് 5 ലക്ഷം രൂപയായിരുന്നു നഷ്ടപരിഹാരം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവിധ അനുമതികളോടെയുമാണ് സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി വനംവകുപ്പിന്റെയും കേന്ദ്ര സൂ അതോറിറ്റിയുടെയും അനുമതി ലഭിച്ചതായും മന്ത്രി വ്യക്തമാക്കി. 360 കോടി മുതൽ മുടക്കിൽ അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിക്കുന്ന സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം 2020 ഒക്ടോബറിൽ പൂർത്തിയാക്കാനാണ് പദ്ധതി. രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾക്ക് 112.18 കോടിയുടെ അനുമതിയാണ് കിഫ്ബിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ചീങ്കണ്ണി, മുതല, ഉരഗങ്ങൾ, ഉഭയജീവികൾ, മാൻ, കടുവ, സിംഹം, പുലി എന്നിവയുടെ ആവാസയിടങ്ങൾ, പാർക്കിംഗ് സൗകര്യം, റിസപ്ഷൻ കേന്ദ്രം എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കുന്നത്. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ, കെ കൃഷ്ണൻകുട്ടി, സി എൻ ജയദേവൻ എം പി, MLA-മാരായ കെ രാജൻ, ET ടൈസൺ, KV അബ്ദുൽ ഖാദർ, BD ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ അമിതമായ നിരക്കിനും വാർഷിക വർധനവിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് COA സംസ്ഥാന കമ്മിറ്റിയുടെ നിവേദനം KV അബ്ദുൽ ഖാദർ MLA-ക്ക് കൈമാറി. ന്യായമായ ആവശ്യമാണ് COA-യുടേതെന്നും വിഷയത്തിൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും MLA. 17 രൂപയായിരുന്നു പോസ്റ്റ് ഒന്നിന് COA KECBക്ക് നൽകിയിരുന്നത്. ഇന്ന് 400 രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. ഇതര സംസ്ഥാനങ്ങളിലാകട്ടെ സൗജന്യമായും നാമമാത്രമായ വാടക നൽകിയുമാണ് വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. പുതിയ താരിഫ് ഓർഡർ നയത്തിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേബിൾ TV ഓപ്പറേറ്റർമാർ കടന്നുപോകുന്നത്. അതിനിടയ്ക്ക് KECBയുടെ പോൾ റെന്റ് വർധനവും. ഇതോടെ കേബിൾ TV മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി പോസ്റ്റ് വാടകയിൽ ഇളവ് നൽകണമെന്നും വാർഷിക വർധനവ് ഒഴിവാക്കണമെന്നുമാണ് COA ആവശ്യപ്പെട്ടത്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ വിഷയത്തിൽ കാര്യമായി ശ്രദ്ധ ചെലുത്താത്തതിനാൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും നിയമസഭാ സാമാജികർക്കും കത്ത് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ പിന്തുണ തേടി MLA KV അബ്ദുൽ ഖാദറിന് കത്ത് നൽകിയത്. തികച്ചും ന്യായമായ ആവശ്യമാണ് COA-യുടെ നേതൃത്വത്തിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർ ആവശ്യപ്പെട്ടതെന്നും MLA എന്ന നിലയിൽ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. അത് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ ഒരു തൊഴിൽ സാധ്യതയെ തകർക്കുന്ന, അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഈ തീരുമാനം പിൻവലിക്കണം എന്ന അവരുടെ ആവശ്യത്തോട് ഞാനും യോജിക്കുന്നു. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. COA സംസ്ഥാന കമ്മിറ്റി അംഗം PM നാസർ, ജില്ലാ കമ്മിറ്റി അംഗം RH ഹാരിസ്, മേഖലാ സെക്രട്ടറി TK ഷമീർ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗം C അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. TCV ചാവക്കാട്. വയലുകളും തോടുകളും നികത്താൻ ഓരോ കാലഘട്ടത്തിലും ഭരണാധികാരികൾ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് വനംവകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു. പീച്ചിയിലെ കേരള വന ഗവേഷണ കേന്ദ്രത്തിൽ വനിതാ ഗവേഷകർക്കായുള്ള ഹോസ്റ്റൽ സമുച്ചയത്തിന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുൻകാലങ്ങളിൽ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പേരിൽ വയലുകൾ വ്യാപകമായി നികത്തിയിരുന്നു. പ്രകൃതിയെ ദ്രോഹിച്ചതിന് ലഭിച്ച തിരിച്ചടിയായ പ്രളയത്തിന്റെ ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. കാട്ടുതീ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച ഗവേഷണത്തിന് വനഗവേഷണ സ്ഥാപനത്തെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി കെ രാജു പറഞ്ഞു. അഡ്വക്കേറ്റ് കെ രാജൻ MLA അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP മുഖ്യാതിഥിയായിരുന്നു. KFRI ഡയറക്ടർ ഡോക്ടർ ശ്യാം വിശ്വനാഥ്, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KV അനിത, ലില്ലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ കത്തുന്ന സൂര്യൻ, ഉരുകുന്ന ഭൂമി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ കൊടും ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5-ാം തീയതി തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ 8 ഡിഗ്രിയിലധികം ചൂട് വർദ്ധിക്കാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. കടുത്ത ചൂടിനെതിരെയും സൂര്യാഘാതത്തിനെതിരെയും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. നിലവിലെ സ്ഥിതി അനുസരിച്ച് കേരളത്തിൽ
പൊതുവിൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. 5-ാം തീയതി തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 8 ഡിഗ്രിയിലധികം ചൂട് വർദ്ധിക്കാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും സ്കൂളുകളിൽ കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 38 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൃശൂരിൽ 35 ഡിഗ്രിയിലധികം താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകൽ 11-നും 3-നും ഇടയിൽ പരമാവധി സൂര്യപ്രകാശം ഏൽക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനായി കുടിവെള്ളം കയ്യിൽ കരുതുക, ജലാംശമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അയഞ്ഞ ലൈറ്റ് കളർ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക എന്നീ നിർദ്ദേശങ്ങളും അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. ദുരന്ത നിവാരണ വകുപ്പ്, ആരോഗ്യവകുപ്പ്, തൊഴിൽ വകുപ്പ് എന്നിവ ചേർന്നാണ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. സൂര്യാഘാതം പ്രതിരോധിക്കുന്നതിനായി പുറം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ സമയം പുനഃക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 11 മുതൽ 3 മണിവരെ പുറം തൊഴിലുകൾ ഒഴിവാക്കണമെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലടക്കം ഇതനുസരിച്ച് തൊഴിൽ സമയം പുനഃക്രമീകരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിർദ്ദേശം എല്ലാ തൊഴിൽദാതാക്കളും കർശനമായി പാലിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും തൊഴിൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. അസഹനീയമായ ചൂട് ആനകൾക്ക് ഭീഷണിയായി മാറുന്നു. ചൂട് വർദ്ധിക്കുന്നത് മൂലമുള്ള ശാരീരിക സ്വാസ്ഥ്യം ആനകളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്കിടയാക്കുന്നതായി ആന വിദഗ്ധർ. അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതോടെ നാട്ടാനകളുടെ ജീവിതം ദുസ്സഹമായി മാറുകയാണ്. മനുഷ്യന് 37 ഡിഗ്രി ചൂട് സഹിക്കാൻ കഴിയുമ്പോൾ പരമാവധി 35.9 ഡിഗ്രി മാത്രം ചൂട് താങ്ങാൻ കഴിയുന്ന ജീവിയാണ് ആന. നഖങ്ങൾക്ക് മുകളിൽ മാത്രം കുറച്ച് വിയർപ്പ് ഗ്രന്ഥിയുള്ള ആനകൾക്ക് വിയർക്കുന്നതിനും കഴിവില്ല. കൂടാതെ കറുത്ത നിറവും കട്ടിയുള്ള തൊലിയുമുള്ള ആനകളെ സംബന്ധിച്ചിടത്തോളം ഉഷ്ണമേറിയ കാലാവസ്ഥയിലെ കൊടും ചൂട് വലിയ ഭീഷണിയാണ്. അസഹനീയമായ ചൂടും ഒപ്പം രാത്രിയിലെ തണുപ്പുമെല്ലാം ആനയുടെ ശാരീരിക മാനസിക നിലകളിൽ ശക്തമായ സമ്മർദ്ദത്തിനിടയാക്കുന്നതായി ആനവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ചെറിയ പ്രകോപനങ്ങൾ പോലും ആനയിടച്ചിലുകൾക്ക് കാരണമായി മാറുന്നുണ്ട്. അതിശക്തമായ ചൂടും വൈകുന്നേരങ്ങളിലുണ്ടാകുന്ന അതിന് നേരെ വിപരീതമാവണ്ണം ഉണ്ടാകുന്ന തണുപ്പും ആനകൾക്ക് വളരെയധികം ദോഷം ചെയ്യും. കാരണം ആന ചൂട് തീരെ സഹിക്കാൻ പറ്റാത്ത ജീവിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, ആനകൾക്ക് ധാരാളം വെള്ളം ലഭ്യമാക്കുക, ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു പോംവഴി. 2, അതിനുള്ള സക്യുലൻറ്റ് ഫോഡേഴ്സ് പോലെയുള്ള, അതായത് ജലാംശം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 3, തണലുള്ള സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് എഴുന്നള്ളിപ്പുകളിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. തണലുള്ള സ്ഥലങ്ങളിലേക്ക് ആനകൾക്ക് റെസ്റ്റ്, താറിട്ട റോഡുകളൊക്കെ ഒഴിവാക്കി അങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അന്തരീക്ഷത്തിലെ പൊടിയും ആനകൾക്ക് ദോഷകരമാണ്. പ്രതികൂലമായ കാലാവസ്ഥ മൂലം ആനകളുടെ ദഹനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് മാത്രമല്ല, എരണ്ടക്കെട്ടിനും തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കൂടാതെ ഇത് ഇവയുടെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നതായും ആനവിദഗ്ധർ പറയുന്നു. ചൂടിന് ശമനമാകുന്നതുവരെ എഴുന്നള്ളിപ്പ് സമയങ്ങളിൽ മാറ്റം വേണമെന്നും നട്ടുച്ച സമയങ്ങളിൽ ടാറിട്ട റോഡിലൂടെ നടത്തുന്നത് ഒഴിവാക്കണമെന്നും പന്തലിട്ട് എഴുന്നള്ളിപ്പ് നടത്തണമെന്നും ഇവർ നിർദ്ദേശിക്കുന്നു. ആനകൾക്ക് ധാരാളം വെള്ളവും മതിയായ വിശ്രമവും നൽകുന്നതോടൊപ്പം പുല്ല്, തണ്ണിമത്തൻ, വെള്ളരിക്ക തുടങ്ങിയ ജലാംശമുള്ളതും പോഷകസമ്പന്നവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതും ഒരു പരിധിവരെ ആനകളുടെ ശരീരം തണുപ്പിക്കുന്നതിനും ചൂടിനെ പ്രതിരോധിക്കുന്നതിനും സഹായകരമാകും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നെഹ്റു പാർക്കിന് സമീപം പശു കുഴഞ്ഞു വീണ് ചത്തു. സൂര്യതാപമേറ്റാണ് പശു കുഴഞ്ഞു വീണ് ചത്തതെന്നാണ് സൂചന. മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടവേള.
ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിലേക്ക്. TNT കുറി തട്ടിപ്പിനിരയായ 300ഓളം പേർ ഒത്തുചേർന്ന് ചാവക്കാട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. സൗജന്യ നിയമസഹായം വാഗ്ദാനം ചെയ്ത youroner.in.com ആണ് തട്ടിപ്പിനിരയായവരുടെ കൺവെൻഷൻ വിളിച്ചുകൂട്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. തട്ടിപ്പ് നടത്തിയ കമ്പനിക്കും അതിന്റെ ഉടമകൾക്കുമെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും അവരുടെ മുഴുവൻ സ്വത്തുക്കളും സർക്കാർ കണ്ടുകെട്ടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷണം ശക്തമാക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് TS അജിത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. പൗരാവകാശ വേദി പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് P. മുഹമ്മദ് ബഷീർ, അഡ്വക്കേറ്റ് C. സുഭാഷ് കുമാർ, ഫിറോസ് P. തൈപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാസവളവും കീടനാശിനിയും ഇല്ലാതെ തികച്ചും ജൈവ രീതിയിൽ വിളയിച്ചെടുത്ത നെല്ല് നാടൻ കുത്തരിയും അവിലുമാക്കി നാടിന്റെ പേരു നൽകി വിപണനം ചെയ്ത് പുതിയൊരു കൃഷിപ്പാടം രചിക്കുകയാണ് ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 5 ക്വിന്റലോളം വരുന്ന അരി ചെമ്പുച്ചിറ മട്ട എന്ന പേരിലാണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സ്കൂളിന് സമീപത്തെ പാടത്ത് മഴയും വെയിലും കൂസാതെ വിദ്യാർത്ഥികളും PTA-യും ചേർന്നാണ് ജൈവമുണ്ടകൻ കൃഷി ചെയ്തത്. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിത്തെറിഞ്ഞ പാടത്തുനിന്ന് മികച്ച വിളവ് തന്നെ വിദ്യാർത്ഥികൾ കൊയ്തെടുത്തു. വിദ്യാലയത്തിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, ജൂനിയർ റെഡ് ക്രോസ് വോളണ്ടിയർമാർ എന്നിവരാണ് കൃഷിപ്പണികൾ ചെയ്തത്. രക്ഷിതാക്കളും അധ്യാപകരും നാട്ടിലെ മുതിർന്ന കർഷകരും ഇവർക്ക് പിന്തുണയുമായി ഒപ്പം നിന്നതാണ് മികച്ച വിളവ് കൊയ്തെടുക്കാൻ സഹായിച്ചത്. കൊയ്തെടുത്ത നെല്ല് മട്ട അരിയാക്കിയും ചുവന്ന അവിലാക്കിയും നാട്ടിൽ തന്നെ വിപണനം ചെയ്ത് അടുത്ത വർഷത്തെ കൃഷിക്കുള്ള മൂലധനം സമാഹരിക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. തവിട് കളയാതെ കുത്തിയെടുത്ത അരി 5 കിലോ 10 കിലോ വീതമുള്ള പാക്കറ്റുകളാക്കിയാണ് ചെമ്പുച്ചിറ മട്ട എന്ന പേരിൽ വിതരണത്തിന് തയ്യാറാക്കിയത്. SPC ജില്ലാ നോഡൽ ഓഫീസറും DYSP-യുമായ P. പ്രദീപ് കുമാർ ചെമ്പുച്ചിറ മട്ടയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് മധു തൈശ്വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TV ഗോപി, SPC ഇൻചാർജ് KT ജോയ്, NSS പ്രോഗ്രാം ഓഫീസർ സുനേഷ് എബ്രഹാം, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഇൻചാർജ് PK അജിത തുടങ്ങിയവർ സംസാരിച്ചു. TCV കൊടകര. ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരികയായിരുന്ന 4.5 ലക്ഷം വില വരുന്ന ഹാൻഡ്സ് പാക്കറ്റുകൾ പഴയന്നൂർ എക്സൈസ് സംഘം മായന്നൂരിൽ നിന്നും പിടികൂടി. ഓട്ടോ ഡ്രൈവർ മായന്നൂർ അങ്കളൂർ വീട്ടിൽ അനൂപിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് മായന്നൂർ പാലത്തിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടി ഹാൻഡ്സ് കണ്ടെടുത്തത്. 6 ചാക്കുകളിലായി 9,000 പാക്കറ്റ് ഹാൻഡ്സുകളാണ് പിടിച്ചെടുത്തത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ പ്രാചീന ചുമർ ചിത്രങ്ങൾ നവീകരിച്ചു. ചിത്രങ്ങളുടെ പഴമ നഷ്ടപ്പെടാതെ തികച്ചും പ്രകൃതിദത്ത നിറക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ പുനർസൃഷ്ടിച്ചത്. മദ്ബഹയ്ക്ക് താഴെ വലതുവശത്ത് ക്രിസ്തുവിന്റെ മരണവും ഇടതുവശത്ത് ആദി പാപവും അബ്രാഹിമിന്റെ ബലി മാലാഖ തടയുന്നതുമായ 3 ചിത്രങ്ങളാണ് നവീകരിച്ചത്. 2.5 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന ചിത്രങ്ങൾ ഏറെയും നാശത്തിന്റെ വക്കിലായിരുന്നു. മുൻപ് 2 ചിത്രങ്ങൾ മാത്രമേ പുറത്തേക്ക് കണ്ടിരുന്നുള്ളൂ. നവീകരണത്തിന്റെ ഭാഗമായി പള്ളിയുടെ ചുമരിലെ കുമ്മായം അടർത്തി മാറ്റുന്നതിനിടയിലാണ് അബ്രാഹിമിന്റെ ബലിയുടെ ചിത്രം കണ്ടെത്തിയത്. പഴയകാല ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിന് നേതൃത്വം നൽകുന്ന കോഴിക്കോട് സ്വദേശി VM ജിജുലാലിന്റെ നേതൃത്വത്തിൽ ഷൈജു നരിക്കുനി, സജി നെയ്യാറ്റിൻകര എന്നിവർ ചേർന്ന് 1.5 മാസം കൊണ്ടാണ് ചിത്രങ്ങളുടെ പുനരാവിഷ്കരണം പൂർത്തിയാക്കിയത്. പള്ളിയിലെ ചിത്രങ്ങളിൽ കറുപ്പും ചുവപ്പും നിറങ്ങൾ മാത്രമാണുള്ളത്. എള്ളെണ്ണ കത്തിച്ച കരി കറുപ്പ് നിറത്തിനും ചെങ്കലിൽ നിന്ന് വേർതിരിച്ച നിറം ചുവപ്പിനുമായി ഉപയോഗിച്ചു. ഏറെക്കാലം കുമ്മായത്തിന് അടിയിലായതിനാൽ ചിത്രങ്ങളുടെ പല ഭാഗങ്ങളും കേടായിരുന്നു. ചിത്രങ്ങൾക്കടിയിലെ ഭിത്തി അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നു. ചിത്രങ്ങളിൽ നിറം നഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ മാത്രം പ്രകൃതിദത്ത നിറങ്ങൾ ചേർത്ത് നവീകരിക്കുകയായിരുന്നു. പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ നവീകരിച്ച ചുമർ ചിത്രങ്ങൾ പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കും. TCV കുന്നംകുളം. വരന്തരപ്പള്ളി വേലുപാടത്ത് വയോധിക കുളത്തിൽ വീണ് മരിച്ചു. വേലുപാടം കുളക്കാടൻ പരേതനായ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ 75 വയസ്സുള്ള പാത്തുമ്മ കുട്ടിയാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഇവരുടെ വീടിന് സമീപത്തുള്ള കുളത്തിലാണ് പാത്തുമ്മയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ വേലുപാടത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൂവൽ ചിത്രങ്ങളുടെ വർണ്ണക്കാഴ്ചയൊരുക്കി ചിത്രകാരിയും ലിംഗ ബുക്സ് പുരസ്കാര ജേതാവുമായ ശ്രീജ കളപ്പുരയ്ക്കലിന്റെ ചിത്ര പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കമായി.
തൃശൂർ സംഗീത നാടക അക്കാദമി ഗ്ലോബൽ തിയേറ്ററിൽ നടക്കുന്ന തൂവൽ ചിത്ര പ്രദർശനമേള മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അപർണ പുരുഷോത്തമൻ, രാജേഷ് രാജേന്ദ്രൻ, രതീഷ് കാർത്തികേയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്ത്രീ സൗന്ദര്യവും പക്ഷിമൃഗാദികളുമാണ് തൂവൽ ചിത്രങ്ങളിൽ ഏറെയും നിറഞ്ഞു നിൽക്കുന്നത്. 60-ൽ പരം തൂവൽ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ചൊവ്വാഴ്ച ചിത്ര പ്രദർശനത്തിന് സമാപനമാകും. ഇരുവൃക്കകളും തകരാറിലായ രോഗിയായ വീട്ടമ്മയാണ് സുമംഗല. നഴ്സായ ഇവർ ആഴ്ചയിൽ 2 തവണ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. കുന്നത്തങ്ങാടി 4-ാം കല്ല് കോവിൽ റോഡിൽ ചെട്ടിക്കാട്ടിൽ വീട്ടിൽ ശോഭനന്റെ ഭാര്യ 44 വയസ്സുള്ള സുമംഗലയാണ് വിധിയെ അസാമാന്യ പാടവത്തോടെ നേരിടുന്നത്. 6 വർഷമായി സുമംഗലയ്ക്ക് വൃക്കരോഗം ബാധിച്ചിട്ട്. ഇപ്പോൾ 2 വൃക്കകളിലും ഏതാണ്ട് നിശ്ചലമായി കഴിഞ്ഞു. ഇതിനുവേണ്ട ഡയാലിസിസ് ആഴ്ചയിൽ 2 ദിവസം നടത്തേണ്ടതുണ്ട്. വൃക്ക മാറ്റിവെക്കേണ്ട പ്രതിസന്ധി മുന്നിട്ട് നിൽക്കുമ്പോഴും വൃക്ക നൽകാൻ തയ്യാറുള്ള ആരെയും ഇതുവരെ ലഭിച്ചിട്ടില്ല. O പോസിറ്റീവ് വൃക്കയാണ് വേണ്ടതിരിക്കെ നൽകാൻ തയ്യാറായി വന്ന കുടുംബാംഗങ്ങളുടെ വൃക്കകൾ മാച്ച് ചെയ്യാത്തതും വിഷയമായി. പഞ്ചായത്ത് IAY പദ്ധതി പ്രകാരം പണിതു നൽകിയ വീട്ടിലാണ് ഇവരുടെ താമസം. കൃഷിക്കാരനും ക്ഷീരകർഷകനുമാണ് ഭർത്താവ് ശോഭനൻ. മകൻ മണ്ണുത്തി ITIയിലും മകൾ അരിമ്പൂർ ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. വൃക്ക നൽകാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ തന്നെ അതിനു വേണ്ടിവരുന്ന 24 ലക്ഷം രൂപയും തുടർ ചികിത്സയ്ക്കായുള്ള ലക്ഷങ്ങളുമാണ് ഇവരെ മാനസികമായി തളർത്തിയിട്ടുള്ളത്. സുമംഗല ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇവർക്കൊപ്പമുണ്ട്. വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടി 24 ലക്ഷം രൂപയും തുടർ ചികിത്സകൾക്ക് വേണ്ടി അത്ര തന്നെ തുകയും ചെലവ് വരുന്ന ഒരു സാഹചര്യത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്ന് കമ്മിറ്റി കൂടി ഈ 24 ലക്ഷം രൂപ സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സുമംഗലയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഉദാരമതികൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എറവ് ശാഖയിൽ 0437 05 300004 7148 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കേണ്ടതാണ്. TCV ന്യൂസ്, അന്തിക്കാട്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ പിതാവ് സിംഗക്കുട്ടി വർദ്ധമാന് പൈലറ്റ് പരിശീലനം നൽകിയ ഗുരുവായൂർ സ്വദേശി വിംഗ് കമാൻഡർ ലോകനാഥനെ പൈതൃകം ഗുരുവായൂർ ആദരിച്ചു. അഭിനന്ദൻ വർദ്ധമാന്റെ തിരിച്ചുവരവിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നടന്ന ചടങ്ങിലായിരുന്നു ലോകനാഥനെ ആദരിച്ചത്. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഡോക്ടർ KB സുരേഷ്, സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ തുടങ്ങിയവർ സംസാരിച്ചു. ജാതിമത ഭേദവും വർണ്ണവർഗ വ്യത്യാസവുമില്ലാതെ വിശ്വാസികളായ ആർക്കും ശ്രീകോവിലിൽ പ്രവേശിച്ച് പൂജ നടത്താനാവുന്ന ക്ഷേത്രമാണ് മറ്റത്തൂരിലെ ഒമ്പതുങ്ങൽ കൈലാസ ശിവക്ഷേത്രം. കേരള കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ വാദകോലാഹലങ്ങൾ നടക്കുന്ന കേരളത്തിൽ ഉച്ചനീചത്വവും ജാതിമത പരിഗണനയുമില്ലാതെ ഭക്തർക്ക് ശ്രീകോവിലിൽ കടന്ന് പൂജ ചെയ്യാനാകുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന നിലയിൽ ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രം ശ്രദ്ധേയമാവുകയാണ്. ശിവരാത്രി നാളിൽ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ഏതൊരാൾക്കും ജാതിമത ഭേദമോ സ്ത്രീ പുരുഷ ഭേദമോ കൂടാതെ ശ്രീകോവിലിൽ പ്രവേശിച്ച് പൂജാരിയുടെ കാർമ്മികത്വമില്ലാതെ ശിവഭഗവാന് അഭിഷേകം ചെയ്യാനാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ഭക്തർക്ക് ഇത്തരത്തിൽ അഭിഷേകത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി പറഞ്ഞു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമാനമായ പൂജാരീതികളാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ എവിടെയും ഇല്ലാത്ത പോലെ ശിവനെ പൂർണ്ണമായും പ്രദക്ഷിണം ചെയ്യാവുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രമാണ്. കോടശ്ശേരി മലയുടെ താഴ്വരയിലുള്ള പ്രശാന്ത സുന്ദരമായ കുന്നിൻ മുകളിലാണ് ഒൻപതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറെ പ്രത്യേകതകളുള്ള ശ്രീകോവിലാണ് കൈലാസ ശിവക്ഷേത്രത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. 5 വാതിലുകളുള്ളതാണ് ക്ഷേത്രം. ശിവഭഗവാന്റെ വ്യത്യസ്ത മുഖങ്ങളാണ് ഓരോ വാതിലുകളുമെന്നാണ് സങ്കല്പം. എല്ലാ മതസ്ഥർക്കും ഇവിടെ വന്ന് ഈ ക്ഷേത്രാചാര മര്യാദ പുലർത്തുന്ന ഏത് ഭക്തനും
ഇവിടെ അഭിഷേകം നടത്താൻ ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ 5 വാതിലുകൾ, ശിവൻ്റെ ഓരോ മുഖങ്ങളാണ് ഓരോ വാതിലുകളും ആയിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തെക്ക് തൽപുരുഷൻ, വടക്ക് വാമദേവം, കിഴക്ക് അഘോരരുദ്രൻ, പടിഞ്ഞാറ് സദ്യോജാതൻ എന്നിങ്ങനെയാണ് വിവിധ മുഖങ്ങൾ. 5ാമത്തേതായി ഊർധ്വമുഖവുമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിൽ ജാതിമത ഭേദമില്ലാതെ ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്ന ആർക്കും പ്രവേശിക്കാനാകും. TCV കൊടകര. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ ചിതാഭസ്മം വഹിച്ചുകൊണ്ടുള്ള ധീരസ്മൃതി യാത്രയ്ക്ക് കുന്നംകുളത്ത് വൈകാരിക സ്വീകരണം. ജില്ലാ അതിർത്തിയായ പെരുമ്പിലാവിൽ ചിതാഭസ്മത്തിൽ പുഷ്പാർച്ചന നടത്തുവാൻ DCC പ്രസിഡന്റ് TN പ്രതാപൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, നേതാക്കളായ O അബ്ദുറഹ്മാൻകുട്ടി, PM മാധവൻ, TV ചന്ദ്രമോഹൻ, അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങി 100 കണക്കിന് നേതാക്കൾ എത്തിച്ചേർന്നു. സ്മൃതിയാത്ര നയിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ്, DCC പ്രസിഡന്റ് TN പ്രതാപൻ, ആദം മുൽസി, സിദ്ദിഖ് പന്താവൂർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് തിളക്കമേകാൻ ഏറ്റവും മികച്ച സേവനങ്ങളുമായി ലിവിൻസ് മേക്കോവേഴ്സിന്റെ 2ാമത് ബ്രാഞ്ച് അമലാനഗറിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ അമലയിൽ ചീരങ്കുഴി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് എതിർവശം സുബ്രഹ്മണ്യ ആർക്കേഡിലെ ഫസ്റ്റ് ഫ്ലോറിൽ ആരംഭിച്ച ലിവിൻസ് മേക്കോവേഴ്സ് പ്രശസ്ത നർത്തകനും നടനുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ, അവതാരക ലക്ഷ്മി നക്ഷത്ര, ഹേസൽ ടോണി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ടീം ലിവിൻസ് കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ ട്രീറ്റ്മെന്റ്, ഹെയർ കട്ട്സ്, ഹെയർ കളറിംഗ്, ഹെയർ സ്ട്രൈറ്റനിങ് എന്നിവയെല്ലാം ഏറ്റവും വിദഗ്ധരായവരുടെ കീഴിൽ ലിവിൻസ് മേക്കോവേഴ്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ഹൈജീനിക്കായ അന്തരീക്ഷത്തിൽ പ്രമുഖ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ചുള്ള ലിവിൻസ് മേക്കോവേഴ്സിലെ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് പൂർണ്ണ സംതൃപ്തിയേകുന്നതാണ്. മിതമായ നിരക്കുകളിൽ അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഏവരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകുകയാണ് ലിവിൻസ് മേക്കോവേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9562 553311. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരനഗരിയെ ചെങ്കടലാക്കി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾക്ക് സമാപനം. ഒന്നിച്ചു നിൽക്കുന്ന ജനതയെ ഭിന്നിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുഴയ്ക്കലിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് തൽക്ഷണം മരിച്ചു. ചൊവ്വന്നൂർ അടുപ്പുട്ടിക്കുന്ന് കൊച്ചൂട്ടൻ മകൻ പ്രവീണാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക്. ദേശീയപാത 66 കുരുതിക്കളമായി തുടരുമ്പോഴും നിസ്സംഗതയോടെ അധികാരികൾ. മണത്തല മുതൽ അണ്ടത്തോട് വരെ 60 ദിവസത്തിനിടയ്ക്ക് വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 3 ജീവനുകൾ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ കൊടും ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് വർദ്ധിക്കുന്നത് മൂലമുള്ള ശാരീരിക സ്വാസ്ഥ്യം ആനകളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്കിടയാക്കുന്നതായി ആന വിദഗ്ധർ. കുഴൂർ സ്വദേശി ജിജോ പോളിന്റേത് കർഷക ആത്മഹത്യയെന്ന് പറയാനാവില്ലെന്ന് കൃഷിമന്ത്രി BS സുനിൽകുമാർ. ജിജോയുടെ വായ്പകൾ കാർഷിക ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ലെന്നും മന്ത്രി. പാഞ്ഞാളിൽ റിട്ടയേർഡ് അധ്യാപിക കൊല്ലപ്പെട്ട വീട്ടിലും പരിസരത്തും പോലീസ് വീണ്ടും തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചന. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വന്യജീവികളുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമെന്ന് വനം മന്ത്രി K. രാജു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas.